ദുരൂഹതകൾ ഏറെയാണ് ഈ വിഷയത്തിൽ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഏറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങളിലേക്ക് പോകാം. ഈ വാർത്ത ന്യൂസ് മലയാളത്തിലൂടെ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും നിരന്തരമായി ഈ വിഷയം കൃത്യമായി ഫോളോ ചെയ്യുകയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി VS അനുവും വിശകലനങ്ങളുമായി സുജിത് ചന്ദ്രനും നമുക്കൊപ്പം തത്സമയം ചേരും. ആദ്യം അനുവിലേക്കാണ്. അനു, ഇന്ന് ഈ മണിയുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇടനിലക്കാരന്റെ വീട്ടിലും ഒക്കെയും പരിശോധന നടത്തി. ഈ പരിശോധനയ്ക്കൊക്കെയും ഒടുവിൽ മണി പറഞ്ഞത് താൻ MS മണിയാണ്, D മണിയല്ല. എന്ത് ശബരിമല, എന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇങ്ങനെയൊക്കെയാണ് MS മണി നമ്മളോട് ചോദിക്കുന്നത്. കുറച്ച് മുൻപ് ടെലിഫോൺ ലൈനിൽ കണക്ട് ആയപ്പോഴും ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു MS മണി. പക്ഷേ പോലീസിന്റെ കയ്യിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ല, പോലീസിന്റെ കയ്യിൽ നിറയെ തെളിവുകൾ ഉണ്ടായിരിക്കും. ഒന്നുകിൽ ഇയാൾ കള്ളം പറയുന്നുണ്ട്, അതല്ലെങ്കിൽ മറ്റേതൊക്കെയോ വൻ സംഘങ്ങൾ ഇതിന് പിന്നിലുണ്ട്. എന്താണെങ്കിലും അനു, പുറത്തു വരാൻ പോകുന്നത് വൻ സംഭവങ്ങൾ തന്നെയാകും. ഇന്നത്തെ SIT നീക്കങ്ങൾ, അവരുടെ കണ്ടെത്തലുകൾ, MS മണിയുടെ പ്രതികരണം, ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ വിലയിരുത്താം അനു? ഗുഡ് ഈവനിങ് സേതു. യഥാർത്ഥത്തിലും വളരെ വിചിത്രമായ വാദമാണ് ഇപ്പോൾ ഈ പറയുന്ന MS മണി എന്ന് പറയുന്ന ആളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന മണി എന്ന് പറയുന്ന ആളിലേക്ക് അന്വേഷണ സംഘം പോയതെന്ന് ചോദിച്ചാൽ, ആദ്യമായി ഈ പറയുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒരു പുരാവസ്തു ഇടപാട് സംഘവുമായി ബന്ധമുണ്ടെന്നും ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് നടന്നത് എന്നും ആദ്യമായി പറഞ്ഞത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ആണ്. സ്വാഭാവികമായും അന്വേഷണ സംഘം അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്തു. അതിനുശേഷം ചില കാര്യങ്ങൾ അറിയാമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു വിദേശ വ്യവസായിയുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഈ വിദേശ വ്യവസായിയാണ് D മണി എന്ന് പറയുന്ന ഒരാൾ. ചെന്നൈ സ്വദേശിയാണ്. 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്ത് വെച്ച് ഈ 4 പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ ഇടപാട് നടന്നു എന്നടക്കമുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്ത്. സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുത്ത ശേഷം പിന്നീട് ഈ വിദേശ വ്യവസായിയുടെ മൊഴിയാണ് എടുത്തത്. അയാളും ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ D മണി ആരാണ് എന്നുള്ള ഒരു ചോദ്യമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഏറ്റവും പ്രധാനമായി എത്തുകയും അവർ പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഡിണ്ടിഗലിലേക്ക് പോയതും അവിടെ എത്തിയതും. ഇന്ന് 3 ഇടങ്ങളിൽ പരിശോധന നടത്തി. അതായത് ഡിണ്ടിഗലിലെ ഈ D മണി എന്ന് പറയുന്ന ആളുടെ ഓഫീസ്, അദ്ദേഹത്തിൻ്റെ വീട്, ഇത് കൂടാതെ തന്നെ ഈ ഇടപാടുകൾക്കൊക്കെ ഇടനിലക്കാരനായിരുന്ന ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഇടപാടുകാരൻ്റെ വീട്, ഇങ്ങനെ 3 ഇടത്ത് പരിശോധന നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും ഒക്കെ നടന്നത്. പക്ഷെ പിന്നീട് പുറത്തു വന്ന ഇപ്പോൾ MS മണി എന്ന് പറയുന്ന ആൾ, അയാൾ പറയുന്നത് താനല്ല D മണി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് അന്വേഷണ ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ അന്വേഷണ സംഘം കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ജനുവരി 4, 5 തീയതികളിൽ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വരാൻ വേണ്ടി ഇയാളോട്, ഇപ്പം നിലവിൽ ഈ പറയുന്ന MS മണി എന്ന് പറയുന്ന ആളോട് അന്വേഷണ സംഘം പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതേസമയം നമുക്ക് നേരത്തെ നമ്മുടെ ന്യൂസ് മലയാളവുമായി സംസാരിക്കുമ്പോൾ അങ്ങനെ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി വസ്തുതകൾ പുറത്തു വരേണ്ടതുണ്ട്. സേതു, നിശ്ചയമായിട്ടും അനു, അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൽ ഇനി ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരങ്ങൾ വന്നേ മതിയാവുകയുള്ളൂ. സുജിത് ചന്ദ്രൻ കൂടിയുണ്ട്. സുജിത്ത്, ഇതിലിപ്പോൾ ഈ MS മണി പറയുന്നത് തനിക്ക് ഇതിലൊന്നും ഒരു ബന്ധവും ഇല്ലെന്നാണ്. എന്നാൽ D മണി എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ ഫോൺ നമ്പർ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അതല്ലെങ്കിൽ ഈ D മണി തന്നെയാണ് MS മണി. എങ്ങനെ വിലയിരുത്താം? സേതു, ഗുഡ് ഈവനിങ്. വളരെ അപ്രതീക്ഷിതവും നിറയെ ടെസ്റ്റുകൾ നിറഞ്ഞതും അതിസാഹസികവുമായിട്ടുള്ള, അതായത് ചിന്തിക്കാത്ത രീതിയിലുള്ള ടെസ്റ്റുകളാണ് ഈ കേസിൽ ഇന്ന് സംഭവിച്ചത്. ഒന്നുകിൽ നമുക്ക് കരുതാവുന്നത് പോലീസിന് അമ്പയെ തെറ്റിയെന്നാണ്, അല്ലെങ്കിൽ നമുക്ക് കരുതാവുന്നത് ഇയാൾ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോഴുള്ള വെപ്രാളത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നാണ്. ഈ D മണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആൾ ഡിണ്ടിഗൽ മണി ആണെന്ന് പറയുന്നു, ദാവൂദ് മണി എന്നാണെന്ന് ആദ്യം പറയുന്നുണ്ടായിരുന്നു, ഡയമണ്ട് മണി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ഈ D മണിയല്ല, ഞാൻ MS മണിയാണ്, M സുബ്രഹ്മണ്യം ആണെന്നാണ് അയാൾ ഒരുപക്ഷെ പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടി പറയുന്നത്. പക്ഷേ അപ്പോഴും എങ്ങനെ ഇയാളിലേക്ക് അന്വേഷണം എത്തിയെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഒരു ഫോൺ നമ്പറിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളിൽ ഒരാളുടെ ഫോണിലേക്ക് വന്ന ഒരു കോൾ, തിരിച്ചു പോയ ഒരു കോളിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നത് ബാലമുരുകൻ്റെ നമ്പർ ഞാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് വന്നതെന്നാണ്. ആരാണ് ബാലമുരുകൻ? ബാലമുരുകനാണോ D മണി? ഇത് രണ്ടും ഒരാളാണോ? അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുകൾ
പ്രതികളൊക്കെയും ഇയാളാണോ എന്ന വളരെ പ്രധാനമായിട്ടുള്ള ചോദ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ആദ്യം ഈ ആ വാർത്താ സ്ലൈഡുകൾ കാണിച്ചിട്ട് ഇപ്പോൾ സേതു പറഞ്ഞതുപോലെ ചെന്നിത്തലയുടെ ഒരു വെളിപ്പെടുത്തലിൽ നിന്നാണ് ഇതൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് നമുക്കറിയാം. 2020 ഒക്ടോബർ മാസത്തിൽ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ചൊരു വലിയ ഇടപാട് നടന്നെന്നും 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ വിദേശത്തേക്ക് കടത്തുന്ന രീതിയിലുള്ള ഒരു ഇടപാടായിരുന്നു അതെന്നും അത് വാങ്ങിയത് ഈ ഡി മണിയാണെന്നുമായിരുന്നു ഈ പറഞ്ഞ കാര്യം. അങ്ങനെ ഇത് സ്വർണ്ണക്കടത്ത് മാത്രമല്ല, ഇത് ഈ പുരാവസ്തു അന്തർദേശീയ ബന്ധമുള്ള പുരാവസ്തു കടത്തതിലുണ്ട്. ഇവർ മറ്റു പല ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളും ഉന്നം വെക്കുന്നുണ്ട്. ഈവൻ തിരുവനന്തപുരത്തെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി പോലും ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നൊക്കെ തരത്തിലാണ് കാര്യങ്ങൾ വന്നത്. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ കാര്യങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2 തരത്തിൽ നമുക്ക് ഇത് കാണേണ്ടി വരും. ഒന്നുകിൽ പാടേ തെറ്റിപ്പോയിട്ടുണ്ട്, ഇയാളൊരു നിഷ്കളങ്കനായിട്ടുള്ള ദിണ്ടിഗലിൽ ചുറ്റിപ്പറ്റി റിയൽ എസ്റ്റേറ്റ് വ്യവസായം ചെയ്യുന്ന ഒരാളാണ്. അതല്ലാതായിരിക്കാനാണ് ഏറിയ പങ്കും സാധ്യത. ദിണ്ടിഗൽ കുറച്ചു കാലം തമിഴ്നാട്ടിൽ ജോലി ചെയ്ത ആളാണ് ഞാൻ. ദിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള അവിടുത്തെ ഒരു ADMK പ്രവർത്തകൻ്റെ മകനായിട്ടുള്ള ഒരു വസന്ത്, അവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഈ മനുഷ്യൻ ആ പ്രദേശത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ബിസിനസ് നടത്തുന്ന ഒരാളാണ്. ആ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് അറിയാം ഇയാളുടെ പൂർണ്ണമായ ബിസിനസ്സുകൾ എന്തൊക്കെയാണെന്ന് ആ പ്രദേശത്തുകാർക്ക് പൂർണ്ണമായിട്ടുള്ള അറിവില്ല. മറ്റൊന്നുകൂടി ചോദിക്കുകയുണ്ടായി, ഒരുപക്ഷെ സോണിയാഗാന്ധിയെ കാണാൻ പോയ കൂട്ടത്തിൽ ഇയാളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഊഹായിരുന്നു. അപ്പോൾ ഈ ദിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള സുഹൃത്ത് പറയുന്നത് ലോക്കൽ പോലീസുമായിട്ട് അന്വേഷിച്ചപ്പോൾ ആ വിസിറ്റ് നടന്ന ദിവസങ്ങളിൽ ഇയാൾ ദിണ്ടിഗൽ പരിസരത്ത് ഉണ്ടായിരുന്നു എന്നാണ്. ഒരുപക്ഷെ പോലീസിൻ്റെ മേൽ വലിയ ധനികനായ ഒരു മനുഷ്യൻ്റെ സ്വാധീനമുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. ആ കാര്യങ്ങളിലൊന്നും നമുക്ക് ഏതായാലും വ്യക്തതയില്ല. ആ കാര്യങ്ങൾ രൂപപ്പെട്ടിനി തെളിഞ്ഞു വരേണ്ട കാര്യമാണ്. പക്ഷേ ഏറിയ പങ്കും ഈ ഡി മണി പക്ഷേ ഇതിലിപ്പം സുചന്ദ്രൻ പറഞ്ഞ പോലെ ഒന്നുകിൽ എവിടെയൊക്കെ പിഴച്ചു, അതല്ലെങ്കിൽ ഇയാളൊരു പഠിച്ച കള്ളൻ, എന്ത് വേണമെങ്കിലും നമുക്ക് വിലയിരുത്താം. ഏതാണെങ്കിലും ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ നിശ്ചയമായും ഒരു അന്തർ സംസ്ഥാന ബന്ധമുണ്ട്. പുരാവസ്തു കടത്ത സംഘത്തിനടക്കം ബന്ധമുണ്ടെന്ന് പത്തനംതിട്ട സ്വദേശി ഒരു വ്യവസായിയാണ് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് പറഞ്ഞത്. അവിടെ നിന്നും തുടങ്ങിയ ട്വിസ്റ്റാണ് ഇന്നിപ്പോൾ ഈ ഡി മണിയിലും MS മണിയിലും ഒക്കെ എത്തി നിൽക്കുന്നത്. നോക്കാം വരും മണിക്കൂറുകളിലൊക്കെ എന്തൊക്കെയാകും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുക എന്ന്.